എന്നാൽ സഹോദരങ്ങളെ, ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. യൂശിക്കുൽ ഉമം, മറ്റുള്ള സമുദായങ്ങൾ നിങ്ങളുടെ മേൽ ചാടി വീഴുന്ന ഒരവസ്ഥ വരും. ഏതുപോലെ? കമാ തദാഇൽ അകലതു ഇലാ ഖസ്അതിഹാ, ഭക്ഷണം നിറച്ചിട്ടുള്ള ഭക്ഷണ പാത്രത്തിലേക്ക് ആളുകളുടെ കൈകൾ നീണ്ടുവരും പോലെ ആളുകൾ ഒന്നായി ഈ സമുദായത്തെ ആക്രമിക്കുവാനും, ഈ സമുദായത്തെ അപമാനിക്കുവാനും, ഈ സമുദായത്തെ ചോദ്യം ചെയ്യുവാനും ഒരുപാട് ആളുകൾ ഇതിന്റെ ചുറ്റും ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ ഈ ഉമ്മത്തിന് നേരെ പാഞ്ഞെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അത് കേട്ട് നിൽക്കുന്ന സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ഞങ്ങളുടെ നേരെ ശത്രുക്കൾ പാഞ്ഞെടുക്കുക? നബി തങ്ങൾ പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, അതൊന്നുമല്ല വിഷയം. നിങ്ങളന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാകും, നിങ്ങളുടെ അംഗസംഖ്യയും നിങ്ങളുടേതായ ആധിക്യവും ഒക്കെ ധാരാളം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ അവസ്ഥ ഏതുപോലെ ആയിരിക്കും? മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകി വരുന്ന ചപ്പ് ചണ്ടി ചവറുകളെ പോലെ ആയിരിക്കും. നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരു സമുദായമായി നിങ്ങൾ മാറും. എന്താ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്താണ്? നിങ്ങളെ കുറിച്ച് ശത്രുക്കൾക്ക് ആദ്യം ഒരു ധാരണയുണ്ടായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്തസ്സുറ്റ മതമാണ്, അതനുഷ്ഠിച്ചു പോരുന്ന മുസ്ലിമീങ്ങളൊക്കെ അന്തസ്സുള്ളവരാണ്, അവരോട് കളിക്കുമ്പോ സൂക്ഷിക്കണം, അവര് അന്തസ്സുള്ളവരാണ്, അവര് നല്ല ഇസ്ലാമികമായ ബോധവും ബോധ്യവുമുള്ളവരാണ് എന്ന ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അള്ളാഹു ആ ഭയത്തെ, നിങ്ങളെ കുറിച്ചുള്ള ആ ഭയത്തെ ആദ്യം ആ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും. അതാദ്യം നഷ്ടപ്പെടും. പിന്നെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു തആല ഇട്ട് തരും അൽ വഹ്ന. വഹ്ൻ എന്ന് പറയുന്ന മാരകമായ ഒരു സ്വഭാവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തൽസ്ഥാനത്ത് സ്ഥാനം പിടിക്കും. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹ്ൻ, എന്താണ് ഈ വഹ്ൻ എന്ന് പറഞ്ഞാൽ? നബി തങ്ങൾ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോട് നിങ്ങൾക്ക് വല്ലാത്ത പ്രേമം, ഈ ലോകത്ത് ജീവിക്കണമെന്നും, ഈ ലോകത്ത് ഒരുപാട് സമ്പാദിക്കണമെന്നും, ഈ ലോകത്ത് കുറെ സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നും, ഈ ലോകത്ത് അധികാരം കിട്ടണമെന്നും, ഈ ലോകത്തുള്ള ആളുകളൊക്കെ തന്നെ കണ്ടാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണമെന്നും, അങ്ങനെ ദുനിയാവിനോടൊരു വല്ലാത്ത പ്രേമം. വകറാഹിയത്തുൽ മൗത്ത്, മരിച്ചു പോകുന്നതിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ മരണം ഓർക്കുന്നത് പോലും നിങ്ങൾക്ക് പേടിയും വെറുപ്പുമുള്ള, അങ്ങനെ മരിക്കാൻ പേടി, ദുനിയാവിനോടും ജീവിതത്തോടും വല്ലാത്ത മോഹവും ആർത്തിയും സ്നേഹവും